നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് 8 ജൂലൈ 2025 ചൊവ്വ. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ ആണ് കാണുവാനായിട്ട് സാധിച്ചത്. ഫിനാൻഷ്യൽ സ്റ്റോക്സും IT സ്റ്റോക്സും നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയെങ്കിൽ കൂടിയിട്ടും കൺസ്യൂമർ ഗുഡ്സിലും ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്സിലും ഉണ്ടായ നേട്ടമാണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്നലെ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുവാനായിട്ട് സഹായകമായത്. ഇന്നലെ ഈ മാസത്തെ ആദ്യത്തെ ബൈ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുകയുണ്ടായി 321 കോടി രൂപയ്ക്ക്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും നമ്മുടെ മാർക്കറ്റിൽ 1853 കോടി രൂപയ്ക്കും ബൈ നടത്തുകയുണ്ടായി. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അനവധി കാര്യങ്ങളുണ്ട്. US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും 13 രാജ്യങ്ങൾക്കെതിരെയുള്ള അഡീഷണൽ താരിഫ് പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്നലെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഭാഗത്തു നിന്നും പുതിയ അഭിപ്രായം വരികയുണ്ടായി. ഇന്ത്യയിലെ സ്റ്റോക്സിന്റെ വാല്യുവേഷൻ ഒക്കെ എബവ് ആവറേജ് ആണെങ്കിൽ കൂടിയിട്ടും വാല്യുവേഷൻ ഇതുവരെ ഓവർ ഹിറ്റഡ് ആയിട്ടില്ലെന്നാണ് അവരുടെ അഭിപ്രായം. അതുപോലെ തന്നെ സെബിയുടെ ഭാഗത്തു നിന്നും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് പ്രകാരം സാമ്പത്തിക വർഷം 2025 91% വ്യക്തിഗത ട്രേഡേഴ്സിനും ട്രേഡിംഗില് നഷ്ടം സംഭവിച്ചതായിട്ടാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റി 25,300 എന്ന ലെവലിന് താഴേക്ക് ശക്തമായിട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ 25,200 25,100 എന്ന ലെവലുകൾ നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. പക്ഷേ 25,000 എന്ന റേഞ്ച് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആണ്. 25,000 എന്ന ലെവലിന് താഴേക്ക് പോയാൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നാണ് അവരുടെ അഭിപ്രായം. ഇനി നിഫ്റ്റി ഇന്ന് മുകളിലേക്ക് ഒരു പ്രയാണം നടത്തുകയാണെങ്കിൽ 25,650 25,700 എന്ന ലെവലുകളും കാണാൻ സാധിക്കുമെന്നും അഭിപ്രായപ്പെടുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US കുറെ ഡെവലപ്മെന്റ്സുകൾ നടന്നിട്ടുണ്ട്. എലോൺ മാസ്കിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രഖ്യാപനം ഉണ്ടായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അമേരിക്കയിൽ രൂപം കൊടുക്കുകയാണെന്ന്. ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ടെസ്ല ഇന്നലെയും ഇടിവ് രേഖപ്പെടുത്തുക ഉണ്ടായി. അതുപോലെ തന്നെ US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും പുതിയ അറിയിപ്പുകളും അതുപോലെ നമ്മൾ കണ്ടിരുന്നു. ശനിയാഴ്ച അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി 12 രാജ്യങ്ങൾക്കുള്ള ട്രേഡ് താരിഫിന്റെ ലെറ്റേഴ്സ് കൈമാറുമെന്ന്. ഇന്നലെ അതിന്റെ പ്രഖ്യാപനമുണ്ടായി. ഇന്നലെ 13 രാജ്യങ്ങൾക്ക് അദ്ദേഹം നോട്ടീസ് അയക്കുകയുണ്ടായി അഡീഷണൽ താരിഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. ജപ്പാന് 25% അഡീഷണൽ താരിഫ്, സൗത്ത് കൊറിയയ്ക്ക് 25%, സൗത്ത് ആഫ്രിക്കയ്ക്ക് 30%, കസാക്കിസ്ഥാന് 25%, മലേഷ്യക്ക് 25%, ലാവോസിന് 40%, മ്യാൻമറിന് 40%, ടുനേഷ്യക്ക് 25%, ബൊനേസിയ ആൻഡ് എർസോവാനിയയ്ക്ക് 30%, ഇന്തോനേഷ്യക്ക് 32%, ബംഗ്ലാദേശിന് 35%, സെർബിയയ്ക്ക് 35%, കംബോഡിയയ്ക്ക് 36% എന്ന നിലയിലാണ്. അതിന്റെ കൂടെ അദ്ദേഹം വാൺ ചെയ്യുകയുണ്ടായി, ഏതെങ്കിലും രാജ്യം അമേരിക്ക അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് അമേരിക്കയുടെ പ്രൊഡക്റ്റുകൾ അവരുടെ രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ എത്രയാണോ അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തുന്നത്, ഹൈക്ക് ചെയ്ത താരിഫിന് പ്ലസ് ആ രാജ്യം അപ്ലൈ ചെയ്ത പെർസെൻറ്റേജ് അഡീഷണൽ താരിഫ് ഇനിയും ഏർപ്പെടുത്തും എന്നൊരു വാണിംഗും എല്ലാ രാജ്യങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപിന്റെ ഓഫീസിൽ നിന്നും പ്രഖ്യാപനം വന്നിട്ടുണ്ട്. 48 മണിക്കൂറിന് ഉള്ളില് എല്ലാ രാജ്യങ്ങൾക്കും എതിരെയുള്ള അഡീഷണൽ താരിഫിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും നമ്മുടെ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. ഇന്നലത്തെ ഈ പ്രഖ്യാപനം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റ്സിലും നമ്മുടെ മാർക്കറ്റിലൊക്കെ റിഫ്ലക്റ്റ് ആകും. സോ ട്രേഡേഴ്സ് ഒക്കെ വളരെ കെയർഫുൾ ആയിരിക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. ചില അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് ചൈനയുമായിട്ട് താൽക്കാലികമായിട്ട് ഉടമ്പടി നടത്തിയതുപോലെ ഇന്ത്യയുമായിട്ട് ചിലപ്പോൾ താൽക്കാലിക ഒരു കരാറിലേക്ക് ഏർപ്പെടാമെന്നും ട്രേഡ് താരിഫുമായി സംബന്ധിച്ച്. പക്ഷെ അതിനൊന്നും ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ ഒന്നും വന്നിട്ടില്ല.
ഏത് സമയം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുപോലെ തന്നെ പതിവിന് വിപരീതമായി ഇന്നലെ ഇന്ത്യ വിക്സും 2% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. നമ്മൾ ഇന്ന് ഇന്ത്യ വിക്സും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ ഒന്ന് പരിശോധിക്കാം. US മാർക്കറ്റില് ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റുകൾ വന്നതിനെ തുടർന്ന് S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഫ്രാൻസും ജർമ്മൻ മാർക്കറ്റുകളും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ജപ്പാൻ മാർക്കറ്റും സൗത്ത് കൊറിയൻ മാർക്കറ്റും ഓപ്പൺ ആണ്. ഇവർക്ക് എതിരെ ഇന്നലെ ട്രംപ് അഡീഷണൽ താരിഫ് പ്രഖ്യാപിക്കുകയുണ്ടായി 25% വീതം. എങ്കിലും ജപ്പാൻ മാർക്കറ്റ് 0.4%ന്റെയും സൗത്ത് കൊറിയൻ മാർക്കറ്റ് 1.5%-ഓളം നേട്ടത്തോടു കൂടിയിട്ടാണ് നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും നേരെ ഇടിവിലാണ് വ്യാപാരം തുടരുന്നത്. ഗോൾഡും ഇടിവിലാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിലവില് നമ്മുടെ മാർക്കറ്റില് നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് നിലനിൽക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.8 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,450 എന്ന നിലയിലും. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സില് ഡോജി ലൈക്ക് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെയാണ്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ദിശാബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് സ്റ്റേജിൽ തന്നെയാണ്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിൽ കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നു. തത്സമയം 25,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. തത്സമയം 25,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.95 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,900 എന്ന നിലയിലും. ബാങ്ക് നിഫ്റ്റിയിലും ഡെയിലി ചാർട്ട്സിൽ ഡോജി ലൈക്ക് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലെ ഇൻഡിസിഷനെ തന്നെ സൂചിപ്പിക്കുന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. തത്സമയം 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. JP പവർ ഇന്നലെ സ്റ്റോക്കിൽ 17% റാലി ഇൻട്രാഡേ ബേസിസിൽ കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. അതിന് പ്രധാന കാരണം അദാനി ഗ്രൂപ്പ് ജയപ്രകാശ് അസോസിയേറ്റിനെ അക്വയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ലോവസ്റ്റ് ബിഡറായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്നിട്ടാണ്. ജിയോ ഫൈനാൻഷ്യൽ, ജിയോ ബ്ലാക്ക് റോക്സ് 17,800 കോടി രൂപ ന്യൂ ഫണ്ട് ഓഫർ വഴി ശേഖരിക്കുന്നു എന്നുള്ള വാർത്തകൾ. സിതാർ ടെക്സ്റ്റൈൽസ് ഇന്നലെ NSE SME പ്ലാറ്റ്ഫോമിൽ IPO ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 15% നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റിംഗ് നടന്നത്. പുഷ്പ ജുവല്ലേഴ്സ് ഇന്നലെ IPO NSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 23% നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റിംഗ് നടന്നത്. നൗമ വെൽത്ത് ജെയിൻ സ്ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ഇടിയുകയുണ്ടായി. എന്നിരുന്നാൽ പോലും ഇന്നലെ സ്റ്റോക്കില് 4%-ഓളം റാലി കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. കാരണം റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം $1.6 ബില്യൺ മൂല്യം വരുന്ന സ്റ്റേക്ക് ബൈ ഔട്ട് സ്റ്റോക്കിൽ നടക്കുന്നു എന്ന വാർത്തയെ തുടർന്നാണ് റാലി ഇന്നലെ കണ്ടത്. മാരത്തോൺ നെക്സ്റ്റ് ജെൻ റിയാലിറ്റി, നൗമ വെൽത്ത് മാനേജ്മെന്റ് സർവീസസ് 4 ലക്ഷം ഷെയറുകൾ, അതായത് 29 കോടി രൂപ മൂല്യം വരുന്ന ഷെയറുകൾ വിറ്റൊഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ. ശക്തി പമ്പ് കമ്പനി 292 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം.